Hello dears, welcome back to Salad Learning. It's me Sri Bhama SB. മക്കളെ മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുവൽ എക്സാം ആണല്ലോ വരാൻ പോകുന്നത് അല്ലേ. ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസുകളായിട്ടാണ്. സോ 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ്? അലുമിനിയം ഫോയിൽ, കോപ്പർ വയർ, സ്റ്റീൽ ടംബ്ലർ, പ്ലാസ്റ്റിക് കപ്പ്. ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നവെന്ന് ചോദിച്ചു. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അലുമിനിയം ഫോയിൽ, അതേപോലെ കോപ്പർ വയർ, സ്റ്റീലൊക്കെ എന്താണ് നമുക്ക് മെറ്റൽസിലായിട്ട് പെടുത്താൻ പറ്റും. പക്ഷെ പ്ലാസ്റ്റിക് കപ്പ് എന്താണ്, പ്ലാസ്റ്റിക്കിലേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെ പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അവനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സെറ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ആർ സോഫ്റ്റ്? പില്ലോ ആൻഡ് ടെന്നീസ് ബോൾ, ബ്രിക്ക് ആൻഡ് ബാറ്റർ, ബ്രിക്ക് ആൻഡ് പില്ലോ, ക്രിക്കറ്റ് ബാറ്റ് ആൻഡ് ബ്രിക്ക്. ഏതാണ് മക്കളെ വരാം? ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. സോഫ്റ്റ് ആയ സാധനങ്ങളുണ്ട്, ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോട്ടൺ, നമ്മൾ ഈ പഞ്ഞി അല്ലെങ്കിൽ കോട്ടനൊക്കെ ഇല്ലേ, അതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും അല്ലേ. സ്പോഞ്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഒരു ഇഷ്ടിക കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയ്യോ മിസ്സെന്ന് നിങ്ങൾ പറയും അല്ലേ. സോ റോക്ക്, ടേബിൾ ആൻഡ് അതുപോലെ തന്നെ വുഡൊക്കെ എന്താണ്, ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും സബ്സ്റ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സോഫ്റ്റ് സബ്സ്റ്റൻസ് ആൻഡ് ഹാർഡ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൽ നോക്കുക, നമുക്ക് ആൻസർ ചെയ്താൽ ചെയ്യാൻ പറ്റുക പില്ലോ ആൻഡ് ടെന്നീസ് ബോൾ ആണ് നമുക്ക് സോഫ്റ്റ് സബ്സ്റ്റൻസിൽ പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുക. ബാക്കിയൊക്കെ ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് നോട്ട് ട്രാൻസ്പെറൻറ്റ്? സെല്ലോഫെയിൻ ഷീറ്റ്, എയർ, ബട്ടർ പേപ്പർ, ഗ്ലാസ്. ഏതാണ് ട്രാൻസ്പെറൻറ്റ്? എന്താ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ലൈറ്റിന് നന്നായിട്ട് കടത്തിവിടുന്ന സാധനങ്ങളെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുക. അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത് കേട്ടോ. സോറി, ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ട്രാൻസ്പെറൻറ്റ് അല്ലാതെ വരുന്നതാണ് ബട്ടർ പേപ്പർ. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ട്രാൻസ്പെറൻറ്റ് ആണ്. റെഡി. ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കംപ്ലീറ്റ് ആയിട്ടും ലൈറ്റിനെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അല്ല, തീരെ കടത്തിവിടാത്ത ആളുകളെ നമുക്ക് ഒപ്പാക്ക് എന്ന് പറയാം അല്ലേ. ഇപ്പം മിസ്സിനൊക്കെ ലൈറ്റ് മിസ്സിൻ്റെ മുഖത്തോട്ട് അല്ലെങ്കിൽ ഇവിടെ ബോഡിയിലോട്ട് കടത്തിവിട്ട് അപ്പുറത്തോട്ട് പോവില്ല, കാരണം മിസ് ഒപ്പാക്കാണ്. ഇനി കുറച്ച് കടത്തിവിടും, കുറച്ച് കടത്തിവിടില്ല എന്നുള്ളതാണ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെ അമ്മനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ദ മെറ്റീരിയൽ ത്രൂ വിച്ച് ദ തിങ്സ് ക്യാൻ സീ ക്ലിയർലി ആണെങ്കിൽ അതിനെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയും. ഗ്ലാസ്, വാട്ടർ, എയർ, സെല്ലോഫിൻ, പേപ്പർ ഒക്കെ എന്താ മക്കളി, ട്രാൻസ്പെറൻറ്റ് ആണ്. അപ്പം അടുത്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, മിസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് പേടിക്കേണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഈസ് ഒപ്പാക്ക് എന്ന് ചോദിച്ചു. ഫ്രോസ്റ്റഡ് ഗ്ലാസ്, ഗ്ലാസ് ടംബ്ലർ, വിൻഡോ ഗ്ലാസ്, വുഡൻ ബോർഡ്. ഏതാണ് ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ? മിസ് പറഞ്ഞില്ലേ, തീരെ ലൈറ്റ് കടത്തി വിടില്ല, അതാണ് വുഡൻ ബോർഡ്. ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ അപ്പോൾ കാണിക്കാൻ ഇവിടെ സാധനമില്ലല്ലോ, ഇവൻ വേണ്ട, ഈ മൗസ് ഞാൻ വെച്ചിട്ടാ ഇവിടത്തോട്ട് ലൈറ്റ് അടിക്കാം. അപ്പുറത്തോട്ട് പോകുന്നുണ്ടോ? ഇല്ല. കാരണം ഈ പറയുന്ന ആളെന്താണ്, ഒപ്പാക്ക് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ തീരെ ലൈറ്റിനെ കടത്തിവിടാത്ത ആ സബ്സ്റ്റൻസിനെയാണ് ഒപ്പാക്ക് എന്ന് പറയുക. വുഡും കാർബോർഡും മെറ്റലൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ്. എന്നാൽ കുറച്ച് ലൈറ്റിനെ കടത്തിവിടും, എന്നാൽ കടത്തിവിടാത്ത സാധനം, അങ്ങനെ പകുതിയായിട്ട് നിൽക്കുന്നതാണ് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്ന എന്താണ് സാധനങ്ങൾ എന്ന് പറയുന്നത്, സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രോസ്റ്റഡ് ഗ്ലാസും ബട്ടർ പേപ്പറൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ട്രാൻസ്ലൂസൻറ്റിന് എക്സാമ്പിൾ ആണ്. വിടൂല ആ ലെവലില്ല. സെറ്റ്. എന്നാൽ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് നോട്ട് സൊല്യൂബിൾ ഇൻ വാട്ടർ? ഷുഗർ, ചോക്ക് പൗഡർ, സോൾട്ട്, വിനീഗർ. ഏതാണ് സൊല്യൂബിൾ അല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സൊല്യൂബിൾ, ഇൻസൊല്യൂബിൾ എന്ന് അറിയില്ലേ? സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്നത്, വെള്ളത്തിലിട്ടാൽ വാനിഷ് ആയി പോകും. ഉപ്പ് വെള്ളത്തിലിട്ടാൽ വെള്ളം കാണൂ, വെള്ളത്തിൽ ഉപ്പ് കാണോ? ഇല്ല. ഷുഗർ ഇട്ടാൽ കാണോ? ഇല്ല. കാരണം അതൊക്കെ എന്താണ്, വാനിഷായി പോകും. ദാറ്റ് മീൻസ് അവർ എന്താണെന്ന് പറയാൻ പറ്റും, സൊല്യൂബിൾ ആണ്. അതേസമയം ചോക്കോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ ഇട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ അവിടെ നിൽക്കും അല്ലേ, അനങ്ങാ പാറയായിട്ട് നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസൊല്യൂബിൾ എന്ന് പറയുക. ചോക്ക് പൗഡറാണ് അതിൽ ഇൻസൊല്യൂബിൾ അല്ല. കണ്ടോ, ഷുഗർ പ്ലസ് വാട്ടർ സൊല്യൂബിൾ ആണ്. ഒലീവ് വാട്ടർ എന്താണെങ്കിൽ ഇത് ഇൻസൊല്യൂബിൾ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 MCQ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് പോകെ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്.